30 വർഷം മുമ്പാണ് ഞങ്ങൾ ഫിലോസഫി പഠിച്ചിരുന്ന ബാച്ച് എല്ലാവരും കൂടി തിരുവനന്തപുരത്ത് ഒരു പിക്നിക്കിന് പോയി. അപ്പം ഞാനൊരു ക്യാമറ കടം വാങ്ങിച്ചു. അന്ന് ഫിലിം ഇടുന്ന ക്യാമറയാണ്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് 2 ഫിലിം വാങ്ങിച്ചു. ഒരു ഫിലിം അവർ തന്നെ അതിൻ്റെ അകത്ത് ഇട്ട് തന്നു. ശംഖുമുഖം കടപ്പുറത്ത് വെച്ചിട്ടാണ് ആദ്യത്തെ ഫിലിം റോൾ തീരുന്നത്. രാത്രി സമയമാണ്. അപ്പോൾ ഒരു വെട്ടമുള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ പോയി നിന്ന് ക്യാമറ തുറന്ന് ഈ നെഗറ്റീവ്സ് കംപ്ലീറ്റ് റിവൈൻഡ് ചെയ്ത് ഫിലിമിൻ്റെ കൂടിലേക്ക് കയറ്റി രണ്ടാമത്തെ ഫിലിം റോൾ ഇട്ടു. എറണാകുളത്തെത്തിയപ്പോൾ ആദ്യം ചെയ്ത് 2 ഫിലിം റോളും ഉണ്ടെന്ന് സ്റ്റുഡിയോ കൊടുക്കുകയാണ് ഡെവലപ്പ് ചെയ്യാൻ. എന്നിട്ട് വേറെ സ്ഥലത്തൊന്നും പോയില്ല, അവിടെ തന്നെ കാത്തിരിക്കണം, കാരണം കാണാനുള്ള ആകാംക്ഷ. അവർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രിൻ്റ് തന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു റോള് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ് കേട്ടോ. അതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് ഞാൻ ഈ സ്ട്രീറ്റ് ലൈനിൻ്റെ അടിയിൽ നിന്ന് ഫിലിം എക്സ്പോസ് ചെയ്ത കാര്യം പറഞ്ഞത്. അവർ ചിരിയോട് ചിരി. അന്നാണ് ഞാൻ ജീവിതത്തിലൊരു പാഠം പഠിച്ചത്. ഫിലിം എക്സ്പോസ് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ്സ് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഇരുട്ടുമുറിയിലാണ് തെളിച്ചമുള്ള ചിത്രങ്ങൾ ഉണ്ടാവുന്നത്. ഡാർക്ക് റൂമിലാണ് നെഗറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ആത്മാവിൻ്റെ ഡാർക്ക് റൂംസിലാണ് ക്രൈസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ പത്രോസ് ഈശോയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് കഴിയുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങളിത് ആരോടും പറയരുത്. ഈശോ കർശനമായൊരു നിരോധനമാണ് ഏർപ്പെടുത്തുന്നത്. നിങ്ങളിത് ആരോടും പറയരുത്, കാരണം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ വളർന്നിട്ടില്ല, ഞാൻ ഡെവലപ്ഡ് ആയിട്ടില്ല. സോ യു വെയിറ്റ്. നമ്മുടെ ആത്മാവിൻ്റെ സൈലൻസിലാണ് ക്രിസ്തു ഡെവലപ്പ് ചെയ്യേണ്ടത്. പലപ്പോഴും ഡെവലപ്പ് ചെയ്യാത്തൊരു ക്രിസ്തുവിനെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം സൈലൻ്റ് ആവുന്നോ, എത്രമാത്രം നമ്മൾ ധ്യാനിക്കുന്നുവോ അത്രമാത്രം തെളിച്ചമുണ്ടാവും നമ്മൾ പറയുന്ന ക്രിസ്തുവിന്.